ഹലോ ഫ്രണ്ട്സ്, പത്രമാറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കനക ജോത്സ്യനെ കാണാനായിട്ട് പോകുന്നു. അന്നേരം അങ്ങനെ ഇങ്ങനെ കവടിയൊക്കെ നടത്തിയിട്ട് ചോദിക്കുന്നുണ്ട്, ഇതിപ്പോൾ എത്രാമത്തെ തവണയാണ് ഇങ്ങനെ ചെയ്യിക്കുന്നത് എന്ന്. അപ്പം കനക പറയും, എനിക്ക് ആകെ വിഷമമാണ്, ടെൻഷനാണ്, അതുകൊണ്ടാണ് ഓടി ഇങ്ങോട്ട് വരുന്നത് എന്നിങ്ങനെ പറയുമ്പോഴേക്കും ജോത്സ്യൻ പറയുന്നുണ്ട്, ഇതിനു മുമ്പ് ഞാൻ എന്താണോ പറഞ്ഞത് അത് മാത്രമേ എനിക്കിപ്പോഴും പറയാനുള്ളൂ. നന്ദുവിൻ്റെ വിവാഹം ആ പയ്യനുമായിട്ട് മാത്രമേ നടക്കുകയുള്ളൂ. അതിന് വേറെ ഒരു മാറ്റവും ഇല്ല. ചിലപ്പോൾ 2-3 വർഷം കാത്തിരിക്കേണ്ടി വരും, എങ്കിലും കറങ്ങി തിരിഞ്ഞ് അവളുടെ വിവാഹം അവർ തമ്മിൽ വിവാഹം നടക്കുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുക. അപ്പോൾ കനകയ്ക്ക് ഭയങ്കര വിഷമമാകുന്നുണ്ട് കേട്ടോ അതൊക്കെ കേട്ടിട്ട്. അന്നേരം ജോത്സ്യൻ പറയുവാണ്, അത് നടക്കാനായിട്ട് പാടില്ലാത്തത് നടക്കരുത് എന്ന് എന്നോടല്ല പറയേണ്ടത്, ഈശ്വരനോടാണ്. ഈശ്വരൻ അവിടെ നിന്ന് ഇങ്ങനെ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിട്ട് രണ്ടുപേരെ നമ്മളായിട്ട് അകറ്റി ഇങ്ങനെ നിർത്താനായിട്ടൊന്നും സാധിക്കത്തില്ല. അത് എത്ര അകറ്റി നിർത്തിയാലും രണ്ടുപേരും രണ്ട് രാജ്യത്തും രണ്ട് ധ്രുവത്തിലാണെങ്കിൽ പോലും അവരുടെ മനസ്സിൽ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കിടക്കുകയായിരിക്കും. അവർ ഒന്നിക്കെ തന്നെ ചെയ്യുന്നിങ്ങനെ പറയുവാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ജോത്സ്യരെ അങ്ങനെ പറയില്ലേ എന്നിങ്ങനെ പറയുവാണ്. അന്നേരം അങ്ങനെ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞായിരുന്നു ആ പയ്യൻ്റെ വിവാഹ ജീവിതം മുന്നോട്ട് പോകത്തില്ല എന്ന്. അതുപോലെ തന്നെ ആ പെൺകുട്ടി അയാൾ ഉപേക്ഷിച്ച് പോയില്ലേ, ഇനി ഒരിക്കലും ആ പെൺകുട്ടി അവൻ്റെ ജീവിതത്തിലേക്ക് വരില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ വിവാഹത്തിലേക്ക് ഇങ്ങനെ ഇവരുടെ വിവാഹം നടക്കാനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് യാതൊരു മാറ്റവും സംഭവിക്കില്ല എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അന്നേരം കനകയുടെ വിഷമമൊക്കെ ഇങ്ങനെ കണ്ടിട്ട് കനക അങ്ങനെ നടക്കാൻ പാടില്ലാത്തതായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും ജോത്സ്യൻ പറയുകയാണ്, എനിക്ക് പറയാനുള്ളത് പറഞ്ഞു. ഇനി കനകയ്ക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ജോത്സ്യന്മാരെ പോയി കണ്ടോ എന്നിങ്ങനെ പറയുന്നു. വേറെ നിവൃത്തിയില്ലാതെ വിഷമിച്ച് കനക അവിടെ നിന്ന് പോരുവാണ് കേട്ടോ. വീട്ടിൽ വന്ന് കനക ഇത് തന്നെ ഗോവിന്ദനോട് ഇങ്ങനെ പറയുമ്പോഴേക്കും ഗോവിന്ദൻ പറയുകയാണ്, ആ ജോത്സ്യനെ അതിന് കാശ് കൊടുത്ത് ഇങ്ങനെ പറയിക്കുന്നതാണോ എന്ന് എനിക്കൊരു സംശയം. നേരെ കനക പറയും, അങ്ങനെ പൈസ മേടിച്ചിട്ട് അങ്ങനെ പറയുന്ന ആളൊന്നും അല്ല അയാൾ എന്നിങ്ങനെ പറയുമ്പോഴേക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അനിയല്ലേ നന്ദുവിനെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ഗോവിന്ദൻ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. ഏതായാലും ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് നയനയും നവിയൊക്കെ വരും. എന്നിട്ട് അവർ രണ്ടുപേരും ഇങ്ങനെ വിളിച്ചു വരുത്തിയേക്കുവാണ് കേട്ടോ ഈ വിവാഹാലോചനയുടെ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടിയിട്ട്. ഇതുവരെ നന്ദുവിനോട് പറഞ്ഞിട്ടില്ല. ഏതായാലും അവരിങ്ങനെ വന്നു. അപ്പോൾ അന്നേരത്തേക്ക് എന്താ അമ്മ ഞങ്ങളോട് വരാൻ പറഞ്ഞത്, എന്തെങ്കിലും വിശേഷമുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം അവർ പറയും, വിശേഷമൊക്കെ ഉണ്ട്, നന്ദുവിന് ഒരു വിവാഹാലോചനയൊക്കെ വന്നിട്ടുണ്ട്, അതിനെപ്പറ്റി നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വരാൻ പറഞ്ഞത് എന്നിങ്ങനെ പറയും. അപ്പോൾ അവർ ചോദിക്കും, അതാരാണ്? അപ്പോൾ പറയും, സ്ഥലം CI ആണ് എന്നിങ്ങനെ പറയുമ്പോഴേക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ രണ്ടുപേർക്കും. അപ്പോൾ അവരിങ്ങനെ നന്ദുവിനെ ഇങ്ങനെ ചേരുന്ന ഒരു ബന്ധമാണല്ലോ ഇത്. രണ്ടുപേരും ഒരു ഇങ്ങനെ സ്റ്റേഷനിലാണ് ജോലി ചെയ്യുന്നതും ഒക്കെ. പിന്നെ ഒരേ മേഖലയിലുള്ളവരാകുമ്പോഴേക്കും കുഴപ്പമില്ല എന്നിങ്ങനെ പറഞ്ഞ് രണ്ടുപേരും അതിനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു. അന്നേരത്തേക്ക് കനക ഇങ്ങനെ പറയുന്നുണ്ട്, എല്ലാം കൊണ്ട് നല്ലതൊക്കെയാണ്, പക്ഷേ വിവാഹം നടക്കുമോ എന്ന് അറിയത്തില്ലല്ലോ എന്നിങ്ങനെ പറയുവാണ് കേട്ടോ. അന്നേരം ഇങ്ങനെ നയന ഇങ്ങനെ പറയുന്നുണ്ട്, നമുക്ക് അവളോട് ഇങ്ങനെ പറഞ്ഞു നോക്കാം എന്നിങ്ങനെ. അപ്പോൾ നവ്യ പറയും, നീ അങ്ങ് പറഞ്ഞാൽ മതി, കാരണം നിൻ്റെ പുന്നാര അനീതിയല്ലേ, നീ പ്രഷർ ചെലുത്തുമ്പോൾ ചിലപ്പോൾ കാര്യങ്ങളൊക്കെ നടക്കും. പിന്നെ ഈ വിവാഹാലോചനയൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് എന്ന് അറിയുമ്പോഴേക്കും അനി ഇങ്ങനെ പ്രതികരിക്കുകയെന്ന് എനിക്ക് അറിയത്തില്ല. ചേട്ടനെ ഇങ്ങനെ അതുപോലെ തന്നെ അനുകരിക്കുന്ന ഒരു അനിയനാണ്, അതുകൊണ്ട് പലതും പ്രതീക്ഷിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും നയന ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഏതായാലും അനി ഇനി കുറുക്ക് വഴിയിലൂടെ ഒന്നും നന്ദുവിനെ ഇങ്ങനെ സ്വന്തമാക്കാനായിട്ട് ശ്രമിക്കില്ല എന്നിങ്ങനെ എനിക്ക് നന്നായിട്ട് ഉറപ്പുണ്ട്. ആദർശേട്ടനെ അനുകരിക്കുന്ന അനിയൻ ആയതുകൊണ്ട് തന്നെയാണ് ഞാനത് പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ഇവരിങ്ങനെ തമ്മിൽ ഒരു അടിയാകുമെന്ന് തോന്നുമ്പോഴേക്കും ഗോവിന്ദൻ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തത് നിങ്ങൾ തമ്മിൽ ഇങ്ങനെ വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, ഇവിടെ ഒരു വിവാഹാലോചന വന്നു, അതിനെ ഇങ്ങനെ പറ്റി ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിങ്ങനെ പറയുന്നു. അന്നേരത്തേക്ക് നയന പറയുന്നുണ്ട്, അവളങ്ങ് വരട്ടെ, നമുക്ക് അവളോട് തന്നെ സംസാരിക്കാൻ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ ഇങ്ങനെ വിവാഹത്തിന് കുറേ ഇങ്ങനെ പൈസ ഒക്കെ വേണ്ടി വരുമല്ലോ, അതിനെപ്പറ്റിയൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും നയന പറയുന്നുണ്ട്, അതൊന്നും ഓർത്ത് അച്ഛൻ വിഷമിക്കേണ്ട, എല്ലാ കാര്യങ്ങളും ആദർശേട്ടനും മുത്തശ്ശനും മുന്നിൽ നിന്ന് നടത്തിക്കോളൂ എന്നിങ്ങനെ പറയുമ്പോഴേക്കും നവ്യ പറയും, എനിക്ക് അങ്ങനെ പറയാനൊന്നും പറ്റില്ല, കാരണം അഭി പാപ്പനാണ്, അങ്ങനെ അവനെങ്ങനെ ആക്കി മാറ്റിയല്ലോ ചേട്ടൻ എന്നിങ്ങനെ പറയും. അന്നേരത്തേക്ക് അതേലും ഇങ്ങനെ കയറി പിടിക്കുന്ന നയന. അന്നേരം നയന ഇങ്ങനെ കനക പറയുന്നുണ്ട്, എൻ്റെ പൊന്നെ ഈ രീതിയിൽ ഇങ്ങനെ സംസാരിക്കരുത്, നിങ്ങളോട് എത്ര തവണ പറഞ്ഞു എന്നിങ്ങനെ പറയുക. അന്നേരത്തേക്കും ഇങ്ങനെ നവ്യ ഇങ്ങനെ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ഈ വിവാഹം നടക്കുമോ ഇല്ലയോ എന്നൊന്നും ഉറപ്പില്ലല്ലോ, അത് നടക്കുമോ ഇല്ലയോ എന്നൊക്കെ ഇങ്ങനെ ഉറപ്പ് വരുത്തിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ ചർച്ച ചെയ്ത് നടത്തിയാൽ മതിയല്ലോ എന്നിങ്ങനെ പറയുക. ഈ സമയം അനന്തപുരി ഇങ്ങനെ ആദർശ് ഇങ്ങനെ ഫ്രണ്ടിൽ എന്തൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആദർശ് ഇങ്ങനെ വന്ന് നോക്കിയിട്ട് ഇങ്ങനെ മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ നേരെ ഇറങ്ങി പോവാണ് കേട്ടോ. തുടങ്ങുമ്പോഴേക്കും നേരത്തേക്ക് ആദർശ് ഇങ്ങനെ ഇതെന്താടെ ഒരു മൈൻഡില്ലാതെ ഇറങ്ങി പോകുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും ചേട്ടൻ ജോലി ചെയ്യല്ലേ, ശല്യപ്പെടുത്താതെന്ന് ഓർത്താണ് എന്നിങ്ങനെ പറയുമ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, അതേ ഞാൻ ജോലി ചെയ്യുന്നു, നീ ഇപ്പോൾ ചെയ്യാത്തത് അത് തന്നെയാണ്, ജോലി ചെയ്യാതെയല്ലേ നീ ഇപ്പോൾ ശമ്പളം മേടിക്കുന്നത് എന്ന് ചോദിക്കുമ്പോഴേക്കും എനിക്ക് ബിസിനസ് ഒന്നും പറ്റില്ല കേട്ടോ, എന്നൊക്കെ ഇങ്ങനെ പറ്റുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട്, പിന്നെ എന്താ നിനക്ക് കവിത എഴുതി ജീവിക്കാൻ, ഇനി ഇങ്ങനെ ഒരു ലൈൻ കവിത എഴുതുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അത് വലിച്ചു കയറി കളയാനൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അന്നേരം ആനി പറയുന്നുണ്ട്, ഇതിപ്പോൾ ഏട്ടൻ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മനസ്സ് നേരെ നിൽക്കുന്നില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് ഒന്നിലെ ശ്രദ്ധ ചെലുത്താനായിട്ട് പറ്റുന്നില്ല എന്നിങ്ങനെ പറയുവാണ്. അന്നേരം ആദർശ് പറയുന്നുണ്ട്, ഈ പോക്ക് ഇങ്ങനെ പോവുകയാണെങ്കിൽ നിനക്ക് എല്ലാത്തിനും നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ട അവസ്ഥ വരും, ആ രീതിയിൽ ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക എന്നിങ്ങനെ പറയുമ്പോഴേക്കും ഏട്ടൻ എന്താ ഉദ്ദേശിച്ചത്, എന്തോ ഒരു വലിയ സംഭവം നടക്കാനായിട്ട് പോകുന്നുണ്ടല്ലോ, എന്താ എന്നിങ്ങനെ ചോദിക്കുവാണ് കേട്ടോ. അന്നേരം അതൊരു പെരുവഴിയാ വരുന്നേ ഉള്ളൂ എന്നിങ്ങനെ പറയുമ്പോഴേക്കും ആനി പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും കൂടി നന്ദുവിനെ ബ്രെയിൻ വാഷ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം, ഇനിയിപ്പോൾ എന്തൊക്കെ
എന്തൊക്കെ സംഭവിച്ചാലും ശരി എൻ്റെ ജീവിതത്തിലേക്ക് വേറെ ഒരു ആളിങ്ങനെ കയറി വരില്ല, അതിന് ഞാൻ സമ്മതിക്കത്തുമില്ല എന്നിങ്ങനെ പറയും. അന്നേരം ആദർശ് പറയുന്നുണ്ട്, നീ തന്നെ കണ്ടുപിടിച്ചതാണല്ലോ ഒരുത്തിയെ, അവൾ മൂലം എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് നിനക്കറിയാമല്ലോ, നമ്മൾ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളാണ് ഈ വീട്ടിലിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഞങ്ങൾ തീരുമാനിക്കും, നീ ഇറങ്ങാൻ അനുസരിച്ചാൽ മതി എന്നിങ്ങനെ പറയുമ്പോഴേക്കും അനി പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് തീരുമാനം വേണമെങ്കിലും എടുത്തോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, അത് കേൾക്കണോ അനുസരിക്കണോ എന്നൊക്കെ ഞാൻ തീരുമാനിക്കും എന്നിങ്ങനെ പറഞ്ഞിട്ട് അനി ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ പോകുന്നു കേട്ടോ. നേരത്തേക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നുണ്ട് ആദർശ്. കാരണം അനിയുടെ മനസ്സിങ്ങനെ മാറ്റാനായിട്ട് പറ്റില്ലല്ലോ എന്നിങ്ങനെ ആദർശ് ഇങ്ങനെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ആണ് ഇങ്ങനെ ഉദ്ദേശിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് നയനയും നവയും തന്നെയാണ്. അന്നേരം നയന ഇങ്ങനെ പറയാണ്, രണ്ടുപേരും പോലീസ് ഓഫീസർ ആയതുകൊണ്ട് പ്രത്യേകിച്ച് വേറെ സ്ത്രീധനമൊന്നും കൊടുക്കേണ്ടി വരില്ലായിരിക്കും, കല്യാണത്തിനുള്ള ചിലവ് മാത്രം മതിയല്ലോ, അത് നമുക്ക് എങ്ങനെയെങ്കിലും കണ്ടെത്താം, അതിന് പാച്ച വിഷമിക്കൊന്നും വേണ്ട കേട്ടോ എന്നിങ്ങനെ പറയണം കേട്ടോ. നേരത്തേക്കും കനക പറയുന്നുണ്ട്, എങ്ങനെയാവുമെന്ന് എനിക്കറിയത്തില്ല, ഈ വിവാഹം ഇങ്ങനെ നടക്കുമെന്ന് എനിക്കറിയത്തില്ല, നന്ദുവിൻ്റെ മനസ്സ് അത് നമ്മളിങ്ങനെ പറഞ്ഞാൽ അവൾ കേൾക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും ഇങ്ങനെ വിഷമം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കനക. അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയും ഇങ്ങനെ നന്ദു കയറി വരും. അപ്പോൾ നന്ദു ചോദിക്കും, ആഹാ രണ്ടുപേരും ഇങ്ങോട്ട് വന്നു, അതുകൊണ്ടാണോ അച്ഛൻ എന്നോട് ഇങ്ങോട്ട് വരാനായിട്ട് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോഴേക്കും ഞങ്ങൾക്ക് നിന്നോട് ഒരു കാര്യം സംസാരിക്കാനുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് എന്നിങ്ങനെ പറയുമ്പോഴേക്കും, അപ്പോൾ എന്താ ചേച്ചി, എന്താ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അന്നേരം അവനിങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല, പക്ഷേ ഞാൻ പറയുന്നത് കേട്ടിട്ട് നീ പ്രശ്നം ഉണ്ടാക്കാതിരുന്നാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും അങ്ങനെ ഒരു കാര്യം എന്താണെന്ന് ഇങ്ങനെ ചോദിക്കാൻ നേരത്തേക്കും അതെന്താണ് ഞങ്ങൾ പറഞ്ഞു തരാം, നീ കൂടെ എന്നിങ്ങനെ പറഞ്ഞിട്ട് 3 പേരോട് ഇങ്ങനെ അകത്തോട്ട് കയറി പോവാണ് കേട്ടോ. അകത്തോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ നന്ദു ചോദിക്കുന്നുണ്ട്, എന്താ ചേച്ചി, എന്താ പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും പ്രശ്നമൊന്നുമില്ല, നിനക്കൊരു വിവാഹാലോചന വന്നിട്ടുണ്ട്, അതിനെപ്പറ്റി സംസാരിക്കാനായിട്ട് ഞങ്ങൾ വന്നത്, അച്ഛൻ ഞങ്ങളെ വിളിച്ചു വരുത്തിയതാണെന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ ചോദിക്കും, വിവാഹാലോചനയോ അതാരാണ് എന്നിങ്ങനെ നന്ദു ചോദിക്കുമ്പോഴേക്കും അതൊക്കെ നിനക്ക് അറിയാവുന്ന ഒരാൾ തന്നെയാണ്, നിൻ്റെ പോലീസ് സ്റ്റേഷനിലുള്ള ഒരു ആൾ തന്നെയാണ്, CI ആണ് എന്നിങ്ങനെ പറയുമ്പോഴേക്കും നന്ദു ഇങ്ങനെ ആകെ ഷോക്കായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നന്ദു ചോദിക്കുക, എന്ത് CIയോ? അങ്ങേരുടെ ഒരു സംസാരവും പരിപാടിയൊക്കെ കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായിരുന്നു, അങ്ങേരുടെ എന്നോടുള്ളൊരു ഒരു ഇടപെടലൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായിരുന്നു ഇതിന് തന്നെ ആയിരിക്കുമെന്ന്. അയാൾക്ക് നാണമില്ല, അയാൾ എന്നോട് പോലും പറയാതെ നേരിട്ട് എൻ്റെ വീട്ടിൽ വന്നിങ്ങനെ ചോദിച്ചിരിക്കുക, എനിക്ക് എൻ്റേതായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ ഇല്ല, അയാൾക്ക് ഇങ്ങനെ വന്നിട്ട് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ എന്നിങ്ങനെ പറയുമ്പോഴേക്കും നവ്യ അതിനൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, നല്ല ആലോചനയല്ലേ മോളെ, ഇതങ്ങ് നടത്തിയേക്കാം, നിങ്ങൾ രണ്ടുപേരും ഒരേ ജോലിയിൽ ഒരേ സ്ഥലത്തും ജോലി ചെയ്യുന്ന ആൾക്കാരാണ്, അപ്പം പിന്നെ നിങ്ങൾക്ക് ഒരുമിച്ച് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എളുപ്പമല്ലേ എന്നിങ്ങനെ പറയുമ്പോഴേക്കും നന്ദു പറയുന്നുണ്ട്, എനിക്കൊരിക്കലും പറ്റില്ല, കാരണം എനിക്കൊരു പോലീസുകാരനെ വിവാഹം കഴിക്കാനായിട്ട് താല്പര്യമില്ല, അതുമല്ല ഞാൻ ഇപ്പോഴൊന്നും വിവാഹം കഴിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുമില്ല, എനിക്ക് കുറച്ചും കൂടെ സമയമൊക്കെ വേണം എന്നിങ്ങനെ പറഞ്ഞിട്ട് ഈ വിവാഹം ഇങ്ങനെ മുടക്കാനായിട്ട് ശ്രമിക്കുകയാണ് കേട്ടോ നന്ദു. കാരണം നന്ദുവിൻ്റെ മനസ്സിൽ ഇപ്പോഴും അനി തന്നെയാണ്. അതുകൊണ്ട് ഇങ്ങനെ പലതരത്തിലും ഇങ്ങനെ നന്ദു ഇങ്ങനെ ഈ വിവാഹത്തെ ഇങ്ങനെ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ ഇത് കേട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ ഭയങ്കര വിഷമമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന നയനേനും നവീനും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ.